പത്തനംതിട്ട കോട്ടാങ്ങലിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് പ്രതി നസീർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. നഴ്സായിരുന്ന കോട്ടാങ്ങൽ സ്വദേശി ടിഞ്ചു മൈക്കിളാണ് കൊല്ലപ്പെട്ടത്. 2019 ഡിസംബർ 15-നായിരുന്നു സംഭവം. വിവരങ്ങളുമായി പ്രസാദ് MJ ചേരുന്നു. പ്രസാദ്, ഇന്നാണ് ഈ ഒരു കോട്ടാങ്ങലിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, നമ്മൾ ഈ സിനിമാ കഥയും അതുപോലെ തന്നെ സാഹസികമായി തന്നെ കണ്ടെത്തിയ ഒരു അന്വേഷണത്തിന്റെ തെളിവാണ് ഇന്ന് കോടതി യഥാർത്ഥ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയും തുടർന്ന് മോഷണം അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിയ പ്രതി രക്ഷപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ നാടകീയമായ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതിയെ ഇന്ന് പത്തനംതിട്ട അഡീഷണൽ സെഷൻ കോടതി വിധിക്കുന്നത്. ദീപ്തി, 2019 ഡിസംബർ 15-നാണ് സംഭവം നടക്കുന്നത്. ഭർത്താവുമായി പിണങ്ങിയ പത്തനംതിട്ട കോട്ടാങ്ങൽ പുല്ലാഞ്ഞിപ്പാറ സ്വദേശി ടിഞ്ചു മൈക്കിൾ ഓട്ടോ ഡ്രൈവറായിരുന്ന കാമുകനുമായി താമസിച്ച് വരികയായിരുന്നു. അപ്പോൾ അന്ന് ഈ സംഭവ ദിവസം നടക്കുന്ന ഈ ദിവസം നേഴ്സായ ഈ ടിഞ്ചു മൈക്കിൾ ഭർത്താവിന്റെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടത്. അപ്പം സ്വാഭാവികമായും ഈ ടിഞ്ചുവിന്റെ വീട്ടുകാരും ബാക്കി നാട്ടുകാരും ഒക്കെ ഓട്ടോ ഡ്രൈവറായ ടിജിൻ ജോസഫിനെ സംശയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് റാന്നി പെരുമ്പട്ടി പോലീസ്, ലോക്കൽ പോലീസ് ഇത് അന്വേഷിക്കുകയും അന്നത്തെ SI ഈ ഓട്ടോ ഡ്രൈവറായ ടിജു ജോസഫിനെ ആത്മഹത്യ ചെയ്ത ഈ ഭർതൃപീഡനം ഉൾപ്പെടെ നിരവധി കേസുകൾ ചുമത്തി സ്റ്റേഷനിൽ അതിക്രൂരമായി മർദ്ദിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തത്. തുടർന്ന് ടിജിൻ ജോസഫ് ഈ ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തടിക്കച്ചവടക്കാരനായ നസീറിലേക്ക് അന്വേഷണം നീളുകയും യഥാർത്ഥ പ്രതി നസീറാണെന്ന് കണ്ടെത്തി അഡീഷണൽ സെഷൻ കോടതി ഇന്ന് കേസ് വിധിക്കുന്നത്. അപ്പം അത് 2019 ഡിസംബർ 15-ന് ഈ ഓട്ടോ ഡ്രൈവർ ടിജിൻ ജോസഫും പിതാവും വീട്ടിലില്ല സമയത്ത് ഈ തടിക്കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് ഈ കോട്ടാങ്ങലിൽ ഈ നസീർ എത്തുകയും തുടർന്ന് ഈ നസീർ അവിടെ വീട്ടിൽ ആരുമില്ലെന്ന് കരുതി ഈ വീട്ടിലേക്ക് കടന്നു കയറി ടിഞ്ചു മൈക്കിളിനെ ബലപ്പെടുത്തുകയും ആ ബലപ്പെടുത്തുന്നതിനിടയിൽ കട്ടിലിൽ തലയടിച്ച് വീഴുകയും തുടർന്ന് ഈ ഹുക്കിൽ തൂക്കി ഇടുകയും ചെയ്യുകയായിരുന്നു. അന്ന് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ 53 മുറിവുകൾ ദേഹത്ത് രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാമാണ് ക്രൈംബ്രാഞ്ചിന് അനുകൂലമായിട്ടുള്ള തെളിവായി ശേഖരിക്കുകയും തുടർന്ന് നാട്ടുകാരുടെയും മറ്റ് പ്രധാനപ്പെട്ട തെളിവിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ തടിക്കച്ചവടക്കാരനായ നസീർ പ്രതിയായി ഇപ്പോൾ അഡീഷണൽ സെഷൻ കോടതി ഇന്ന് വിധി പുറപ്പെടുവിക്കുന്നു. ഒപ്പം തന്നെ കാമുകനായ ടിജിൻ ജോസഫ് നിരപരാധിയാണ് തെളിയിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ അതിനിടയിൽ ഇപ്പോഴും ഈ സസ്പെൻഷനിൽ കഴിയുന്ന റാന്നി പെരുമ്പട്ടി SIക്കെതിരെയുള്ള കേസും നിലനിൽക്കുന്നുണ്ട്. ദീപ്തി, കോട്ടാങ്ങലിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഇന്നാണ് വിധി പറയുന്നത്. പ്രതി നസീർ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. നഴ്സായിരുന്ന കോട്ടാങ്ങൽ സ്വദേശി ടിഞ്ചു മൈക്കിളാണ് കൊല്ലപ്പെട്ടത്. 2019 ഡിസംബർ 15-നായിരുന്നു സംഭവം. പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.